അടുത്ത കാലത്ത് കഥകളി ക്യാപ്സ്യൂളായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. അതായത് സമ്പൂർണ്ണ രാമായണം പല കഥകളിൽ നിന്ന് കുറേ സന്ദർഭങ്ങളെടുത്ത് സമ്പൂർണ്ണതായിട്ടും അങ്ങനെ ഈ മാറ്റത്തിന് എങ്ങനെയാണ്? അല്ല, അങ്ങനെയല്ല. അത് ഈ വേറൊരു കാര്യമുള്ളത്, നമുക്ക് വിദേശത്ത് പോകുമ്പോൾ വിദേശികൾക്ക് എല്ലാ സമ്പൂർണ്ണ രാമായണത്തിലത്തെ എല്ലാ ഭാഗങ്ങളും കൊണ്ടുവേണം. അപ്പോൾ അതിനെ എഡിറ്റ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് ചെയ്യണമെന്നുണ്ട്. അത് വിദേശത്തേക്ക് വേണ്ടിയിട്ടാണ് അത് പഠിച്ച് കലാപണ്ഡം ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ചിലപ്പോൾ അത് വേണ്ടി വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വിസ്തരിച്ച് പോകാച്ചാൽ ഒരു ദിവസം മുഴുവൻ കളിക്കാനുള്ളതല്ല ഉള്ളൂ. ഇതിപ്പോൾ 2.5 മണിക്കൂറാണ് അതിനുള്ളത്. സ്വാഭാവികമായിട്ട് ഈ ചിലവർക്ക് ഉത്സവ കളികളാണെങ്കിലും അവർക്ക് അങ്ങനെ വേണം തോന്നും. ക്ലബ്ബ് കളികൾക്ക് അങ്ങനെ വേണം തോന്നും. അങ്ങനെ വേണം തോന്നുമ്പോൾ അതിനെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രാബല്യത്തിൽ സ്ഥിരം അങ്ങനെ പാടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല. പ്രാബല്യത്തിലിട്ട് വരുത്തൂല്ല. അത് അതായത് കഥകൾ ഇപ്പോൾ രാമായണം വേണം, രാമായണത്തിലിപ്പോൾ ഏത് കഥ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഥ വിസ്തരിച്ച് കളിക്കേണ്ടതാണോ അതോ മറ്റുള്ളതിലൊക്കെ എടുത്തിട്ട് ചുരുക്കി കളിക്കുകയാണോ വേണ്ടത് എന്നുള്ളത് സംഘാടകർ തീരുമാനിക്കേണ്ടതാണ്. അല്ലാണ്ട് അത് ഒരു ട്രൂപ്പിൻ്റെ മേധാവികൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ആ സംഘാടകരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വിഷയമാക്കി തീർക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ചില കലാകാരന്മാർ ഒരു ട്രൂപ്പ് പോലെ ഫോം ചെയ്തിട്ട് അവർ ഒരു പാക്കേജായിട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ സംഘാടകർക്ക് കുറഞ്ഞ ചിലവിൽ ഒരു ഇതാണ് വേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്രൂപ്പ് ഉള്ള ആൾക്കാരോട് വിളിച്ച് പറയുന്നു നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് അതുകൊണ്ട് പറ്റുന്ന വെച്ചാൽ പലയിടത്തും പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ കാണാതെ അത് സംഘാടകരുടെ കുറ്റാണ്. മനസ്സിലായില്ലേ? സംഘാടകർക്ക് ഇന്ന ആൾക്കാർ വേണം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാമ്പത്തികമായിട്ടുള്ള ചിലവ് എത്രണ്ട് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ചുരുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല ആൾക്കാർ വേണ്ട എന്നുള്ളതാണ്. കഥകളി വേണം. അതിപ്പോൾ നല്ല ആൾക്കാർ വേണമെങ്കിൽ അവർക്ക് കാശും കൊടുക്കണം. അല്ലാണ്ട് അവർ വരുമില്ല. ഞാൻ പോകാറില്ല. കാശുണ്ടെങ്കിൽ തന്നെ പോകാറുള്ളൂ. അല്ല, അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് വിചാരിച്ചാൽ അവർക്കിപ്പോൾ ഇന്ന ആൾക്കാർ വേണം നിർബന്ധമില്ല. ഞാൻ ഇപ്പോൾ ഞാൻ യാത്രയൊന്നുമില്ല, വേഷം കെട്ടാറില്ല പറഞ്ഞാലും വേണ്ടില്ല. ഞാൻ വേഷം കെട്ടിയിരുന്ന കാലത്ത് സംഘാടകർക്ക് നിർബന്ധമാണ് ഇന്ന ആൾക്കാർ വേണം എന്നുള്ളത്. അതായത് വേണമെന്ന് പറഞ്ഞാൽ അത് കലാമണ്ഡലം അടക്കം സമ്മതിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കലാമണ്ഡലത്തിൽ സമ്മതിക്കില്ല. അത് ഇപ്പോൾ കലാമണ്ഡലത്തിൽ 1-2 ആൾക്കാരെ വിളിക്കാനേ സമ്മതിക്കൂ. അന്നതില്ല, നിയമമില്ല. ഇന്നിപ്പോൾ എന്താ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാമണ്ഡലത്തിൽ ഇപ്പോൾ അങ്ങനെ നിയമം വരാൻ കാരണം മറ്റുള്ളവർക്ക് ചാൻസ് കിട്ടണില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ആ ചാൻസ് കിട്ടാതിരിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിനാണ് സമ്മതിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിപ്പോൾ ഇത് ഈ ചാർജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാം, കൃഷ്ണനാരാചാരാണ് തുടങ്ങി വെച്ചത്. മനസ്സിലായില്ലേ? അതായത് ഒരിക്കൽ കുഞ്ചുകുറുപ്പാശാനെ കാണാൻ ചെന്നപ്പോൾ കുഞ്ചുകുറുപ്പാശാൻ റേഷൻ കടയിലാണത്രേ അരി കഴിക്കാൻ. അപ്പോൾ അത് കണ്ടിട്ട് അവിടുന്ന് അങ്ങനെ അന്ന് തീരുമാനിച്ചതാട്ടെ ഇനി കാശില്ലാണ്ട് കളിക്കാൻ പോവില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അത് നന്നായി. എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായി മാറി എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥകളിക്കാർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കലകളെ സംബന്ധിച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കഥകളിക്കാർക്ക് ഒന്നുമില്ല, എപ്പോഴും ഒരു ഇത് തന്നെയുള്ളൂ. അപ്പോൾ ആ നിലയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കഥകളിക്കാർക്ക് കളി ഇപ്പോൾ ധാരാളം കളികൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കളികൾ ധാരാളമുണ്ട്. പക്ഷേ ഇന്ന ആൾക്കാർ വേണമെന്നുള്ള നിർബന്ധം ഇപ്പോൾ അധികം ഇല്ല എന്നാണ് തോന്നുന്നത്. ഇത് അങ്ങനെ കേൾക്കാറില്ല ഇപ്പോൾ അധികം. പണ്ടതല്ല, പണ്ട് നിർബന്ധമായിട്ട് തന്നെ പറയും. മറ്റേ കൃഷ്ണനാരാശാൻ വേണമെങ്കിൽ കൃഷ്ണനാരാശാൻ, രാമുടി നാരാശാൻ വേണമെങ്കിൽ രാമുടി നാരാശാൻ, മാങ്കുളം തിരുമേനി വേണമെങ്കിൽ അങ്ങനെ, പിന്നെ അതുപോലെ തന്നെ ചമ്പക്കുളം വേണമെങ്കിൽ അങ്ങനെ, പിന്നെ അതുമാതിരി കരുനാരൻ നാരാശാൻ വേണമെങ്കിൽ അങ്ങനെ നിർബന്ധമായിട്ട് ഇന്ന ആൾക്കാർ വേണം. മാത്രമല്ല അപ്പോൾ ട്രൂപ്പ് ആവില്ല, ഒറ്റയ്ക്ക് വിളിച്ചിട്ടുള്ളത് ഉണ്ടാവുക. അങ്ങനത്തെ കളികൾ ഉണ്ടാവണതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കളി കാണണം, ആ കളി ഉള്ളത് നന്നാവണം, ഗംഭീരമാവണം. അതിന് ട്രൂപ്പിനെക്കാട്ടിലും നല്ലത് മറ്റാണെങ്കിൽ മറ്റത് മതി എന്ന് പറയണതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ആൾക്കാരെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് കളിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂട്ടാണ് എന്നർത്ഥം. അപ്പോൾ അതിൽ ഈ സംഘാടകരെ മാത്രമേ ഞാൻ അക്കാര്യത്തിൽ കുറ്റം പറയാൻ നോക്കുള്ളൂ. ഇപ്പം എന്താ അങ്ങനെ ചോദിച്ചാൽ സംഘാടകർക്ക് വേണ്ട, സംഘാടകർക്ക് കളി വേണം, കാശില്ല
തന്നെയാണ് പ്രശ്നം ഉള്ളത്. അപ്പോൾ ഈ അല്ല അതിപ്പോൾ സംഘാടകരുടെ വെച്ചാൽ ഈ ഒരു ഉത്സവം നടത്തുകയാണെങ്കിൽ ആ ഉത്സവം നടത്തുന്ന കമ്മിറ്റി വേറൊരു വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിളിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ കളിക്ക് ഇത്രേ തരുള്ളൂ എന്ന് ആദ്യം തന്നെ പറയുക, മനസ്സിലായില്ലേ? അപ്പോൾ ആ കളിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരല്ലേ വിളിക്കുള്ളൂ. പിന്നെ ഇന്ന ആൾക്കാരെ വിളിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വിളിച്ചോളൂ പറയില്ലേ? എൻ്റെ കാര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടേ. അതായത് സംഘാടകർ അല്ല ഉത്സവ കമ്മിറ്റിക്കാർ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ വ്യക്തി എന്നെയും കൂടി കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇന്നേ തരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തരാൻ ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ പൊക്കോളും, എനിക്ക് വയ്യ. അപ്പോൾ സംഘാടകരോട് പറയുമ്പോൾ നിങ്ങൾ നേരിട്ട് വിളിച്ചോളുന്നത്, അപ്പോൾ നേരിട്ട് വിളിക്കുക. അങ്ങനെ ഒരു ഇടപാടുകൾ ഉണ്ട് ധാരാളം. ഈ ഉണ്ടാവുന്ന ഇടപാട് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സംഘാടകർക്കെന്നോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്ക് ചുമതല ഏൽക്കാൻ വയ്യായവരാണ്. അതായത് വ്യക്തികളെ ഓരോരുത്തരെ വിളിച്ച് കൊണ്ടുവന്നിട്ട് ആ വിളിച്ച ആൾക്കാർ ചിലപ്പോൾ ചെന്നില്ലാന്ന് വരും. അപ്പോൾ അതാകെ പുലിവാലാവും, കമ്മിറ്റിയിലെ ആകെ ബഹളം ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെ കാണിച്ചാൽ വേറെ ആളെ ഏൽപ്പിക്കുന്നത്. ആ വേറെ ആളെ ഏൽപ്പിക്കുമ്പോൾ അയാൾക്ക് വേണ്ട കാശും കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന തകരാറുകളാണ് അതൊക്കെ. പക്ഷേ അത് കൂടുതലും കഥകളിക്ക് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. ഒരു പാട്ട് കച്ചേരിയാണെങ്കിൽ, ഒരു നാടകമാണെങ്കിൽ, ഒരു സിനിമ കഥാപ്രസംഗമാണെങ്കിൽ അതൊന്നും സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കില്ല. അതായത് കഥകളിക്ക് മാത്രമാണ്. അപ്പോൾ ട്രൂപ്പിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ട്രൂപ്പിൻ്റെ കാശ് ഇത്രയേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ ട്രൂപ്പ് സമ്മതിക്കില്ല, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കലാഭവൻ ട്രൂപ്പിനെ സമ്മതിക്കില്ല, കോട്ടയ്ക്കൽ ട്രൂപ്പിന് സമ്മതിക്കില്ല. അപ്പോൾ ആ നിലപാട് എന്താണെന്നുള്ളത് നമുക്ക് ഈ ആലോചിച്ചാൽ അറിയാം. കാശ് കൊടുക്കാനുള്ള മടി എന്നേ പറയാൻ വയ്ക്കൂ. അപ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ കഥകളിക്ക് ഇന്നും നിലവാരം പഴയ മാതിരി തന്നെ ആയിട്ട് തന്നെയാണ് പോക്ക് എന്നർത്ഥം. അത്രയും പറയാൻ വയ്ക്കൂ. പുതുതായിട്ട് ഒരു ഉയരത്തിലെത്തി എന്ന് പറയാൻ വയ്യ. എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സിനിമാക്കാരൻ ചെയ്യാവണമെന്ന് വിചാരിച്ചിട്ട് നടക്കില്ല. എവിടെ നടക്കുന്നത്? ഒരു ലെവലേജുമില്ല. ഞാൻ ഏതോ ഒരു ഷോട്ടോട്ടേ അഭിനയിച്ചുള്ളൂ, അതിന് 25,000 തന്നു. ഒരു ഷോട്ടേ അഭിനയിച്ചിട്ടുള്ളൂ, ഇത്ര തരണമെന്ന് പറഞ്ഞിട്ടുമല്ല, അത് 25,000 തന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. എന്താ വെച്ചിരിക്കൽ എന്നാൽ ഇനി മേലിൽ നല്ലത് തന്നെയാണ് സിനിമയിൽ കൂടുക. എന്താ വെച്ചാൽ കാശ് ഇഷ്ടം പോലെ വരുന്നുണ്ടേ. അതിപ്പോൾ അത് നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഓരോരുത്തരും സ്ഥിതി ആലോചിച്ചാൽ അറിയാം. അപ്പോൾ ഞാനങ്ങനെ മനസ്സിൽ വിചാരിച്ചു വെച്ചാലും വേണ്ടി അപ്പോൾ തന്നെ മനസ്സിൽ തോന്നി ഇതിൽ നിന്ന് വേറൊന്നിലേക്കില്ല. അത് കഥകളിയിൽ നിന്ന് വേറൊന്നിലേക്ക് ഞാൻ പോകുന്നില്ല, തീർച്ചയാക്കാൻ അതന്നെ കഴിഞ്ഞിരിക്കണം. പിന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇത് പൈസയുടെ പ്രശ്നം കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട് പോകാൻ തീരുമാനിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതായത് പൈസ ഇല്ല നമുക്ക് അപ്പോൾ വലുത് നമ്മളുടെ കല തന്നെയാണ് വലുത്. അതായത് നമ്മളുടെ കല എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മാത്രമൊന്നുമല്ല, ഇത് കേരളീയരുടെ മലയാളികളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട അങ്ങേറ്റത്തെ കഥകളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ ഒരു പ്രധാന കലയാണ്, കേരളീയരുടെ ഒരു പ്രധാന കലയാണ്. അതിൽ അതിജീവിക്കാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും അത് വിട്ടു പോകാൻ തോന്നില്ല. പിന്നെ ഈ മനസ്സ് മടുത്തുകൊണ്ടുള്ള ആൾക്കാർക്കാണ് പിന്നെ സംഭവിക്കുന്നത്.